നടൻ അശോകൻ നമുക്കൊപ്പം ചേരുകയാണ്. സ്വാഗതം അശോകൻ. വിവരങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അങ്ങ് ഉൾപ്പെടുന്ന അമ്മ എന്ന സംഘടനയുടെ ഭാരവാഹികൾ മോഹൻലാൽ അടക്കം രാജിവെച്ചിരിക്കുന്നു. മോഹൻലാൽ രാജി പ്രഖ്യാപിച്ചു. അതുകൂടാതെ ഭരണസമിതി തന്നെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒരു സംഘടനയെ സംബന്ധിച്ച് വളരെ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. താരസംഘടന വലിയ പ്രതിസന്ധി നേരിടുന്നു എന്ന് തന്നെ പറയാവുന്നതല്ലേ അശോകൻ? ഇനിയും ഈ സംഘടനയെ ആര് നയിക്കും എന്നുള്ളത് വലിയ ചോദ്യചിഹ്നം തന്നെയല്ലേ ശ്രീ അശോകൻ? ഭരണസമിതി പിരിച്ചിട്ട് വളരെ നന്നായി. അതേറ്റവും നന്നായി. പുതിയ ഭരണസമിതി വരണം. ഇനിയിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പുതിയ ആൾക്കാരെ ജനറൽ ബോഡി വന്ന് അതിൽ വെച്ച് തീരുമാനിച്ച് അതിൽ അർഹരായിട്ടുള്ളവരെ, നല്ല തീരുമാനങ്ങൾ എടുക്കുന്നവരെ ഇനി അങ്ങനെ തന്നെ ചെയ്യണം. അശോകൻ, അങ്ങനെ നല്ല തീരുമാനങ്ങൾ അതൊക്കെ നിങ്ങൾ അടങ്ങുന്ന അല്ലെങ്കിൽ ഈ സിനിമാ താരങ്ങൾ അടങ്ങുന്നവർ തിരഞ്ഞെടുക്കേണ്ടതാണ്. എങ്കിൽ പോലും ഒരു അഭിപ്രായം എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്. ഇപ്പോൾ പൃഥ്വിരാജ് നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ പ്രവർത്തനം അല്ലെങ്കിൽ അമ്മ കൃത്യമായി പ്രതികരിച്ചില്ല എന്ന് പൃഥ്വിരാജ് പറഞ്ഞിരുന്നു. സംഘടനയുടെ ഭാരവാഹിയായിട്ടിരുന്ന ജഗദീഷ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ സംഘടന ശരിയായ നിലയിലല്ല പോകുന്നത് എന്ന വിമർശനം ഉന്നയിച്ചവരൊക്കെ ഇനിയും ഈ സംഘടനയെ നയിക്കട്ടെ എന്നുള്ളൊരു അഭിപ്രായം ഈ താരങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്നു എന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വിമർശനം ഉന്നയിച്ച പൃഥ്വിരാജ്, ജഗദീഷിനെ പോലെയുള്ള ആളുകൾ ഇനിയും നേതൃനിരയിലേക്ക് വന്ന് അവർ നയിക്കട്ടെ എന്നാണോ അങ്ങയുടെ അഭിപ്രായം ശ്രീ അശോകൻ? ആരുടെയും പ്രത്യേകിച്ച് പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. അത് ജനറൽ ബോഡിയിൽ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാവരുടെയും പൊതുസമ്മതരായിട്ടുള്ള ആൾക്കാരെ ഇതിനകത്ത് എലക്ട് ചെയ്ത് ഭരണസമിതി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ് എല്ലാവർക്കും വിശ്വാസമുള്ള, നല്ല അഭിപ്രായമുള്ള ആൾക്കാരെ ഇതിനകത്ത് ഉൾപ്പെടുത്തുക. കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരെ. അതാണ് ഇതുവരെയുള്ള ഒരു ശുദ്ധീകരണം നടത്തുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിപ്പോ ഇനി അങ്ങനെ അവസരമായല്ലോ. ഇനിയും അതുപോലെ നല്ല ഭരണസമിതി എല്ലാവരും തെരഞ്ഞെടുത്ത് കാര്യങ്ങൾ ഈ പ്രശ്നങ്ങൾക്കൊന്ന് ഇതിനൊക്കെ ഒരു വിരാമം ഇട്ടുകൊണ്ട് ഈ നടന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഇനിയും മേൽ ഉണ്ടാകാതെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരെ വേണം അടുത്ത ഭരണസമിതി കൊണ്ടുവരാൻ വേണ്ടി. തീർച്ചയായും ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ ഒക്കെ വലിയ സ്വപ്ന താരങ്ങളാണ് ഈ സിനിമാ മേഖലയിലുള്ളവർ. അപ്പോൾ നേരത്തെ ശ്രീ അശോകൻ പറഞ്ഞതുപോലെ നേരത്തെ ഈ വിമർശനം ഉന്നയിച്ചവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ അമ്മ കൃത്യമായി ഇത്തരം കാര്യങ്ങളിൽ അമ്മയുടെ ഭാരവാഹികൾ പ്രതികരിച്ചിരുന്നില്ല എന്നുള്ളൊരു അഭിപ്രായവും അശോകനുണ്ടോ? കാരണം നടിയെ ആക്രമിച്ച സംഭവം ഉണ്ടായി, ഹേമ കമ്മിറ്റിയിലെ റിപ്പോർട്ടുണ്ടായി. അപ്പോഴൊക്കെ ഈ നേതൃത്വത്തിലുള്ളവരൊക്കെ മൗനം തുടരുകയായിരുന്നു. മാധ്യമങ്ങൾ നിരന്തരം എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചാണ് ഏറ്റവും അവസാനം അവർ അത് അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ ഈ അമ്മ നിശബ്ദമായി പോയി എന്നുള്ളൊരു അഭിപ്രായം ശ്രീ അശോകനുമുണ്ടോ? എനിക്ക് അതിനെക്കുറിച്ച് സത്യത്തിൽ ഒന്നും പറയാൻ ഞാൻ ബാധ്യസ്ഥല്ല. കാരണം ഇത് കുറെ കഴിഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ ഇതിനകത്ത് ഈ സംഘടനയിലുള്ള ആൾക്കാരിൽ നിന്ന് ഇങ്ങനൊരു അനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് പറയാനും പ്രതികരിക്കാനും ചിലപ്പോൾ വിഷമം ഉണ്ടായേക്കാം. സ്വാഭാവികമാണല്ലോ. അത് എല്ലാ സ്ഥലത്തും അങ്ങനെ ആയിരിക്കുമല്ലോ തോന്നുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ നമ്മൾ പ്രതികരിക്കുന്നത് ശരിയല്ല. ഇനിയിപ്പോൾ ഉള്ളത് പുതിയ ഈ ഭരണസമിതി കൊണ്ടുവരിക, അത് മാത്രമല്ല സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക. അതാണ് അതിന്റെ ഫലപ്പത്ത് കുറച്ചു പേരെങ്കിലും നല്ല ഇതിനെക്കുറിച്ച് കൂടുതൽ ആത്മാർത്ഥതയുള്ള, കാര്യവിവരങ്ങളുള്ള, നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള, എല്ലാവർക്കും സമ്മതരായിട്ടുള്ള സ്ത്രീകൾ ഇതിന്റെ തലപ്പത്തും പ്രധാനമായിട്ട് കുറച്ചു പേരെങ്കിലും ഉണ്ടാകണം. വളരെ വ്യക്തമായ അഭിപ്രായമാണ് ശ്രീ അശോകൻ പറയുന്നത്. സ്ത്രീകൾ ഈ സംഘടനയുടെ നേതൃപദവിയിൽ ഉണ്ടാകണം. സ്വാഭാവികമായും അശോകൻ ഒരു കാര്യം കൂടി ചോദിച്ചു കൊള്ളട്ടെ. ഇപ്പോൾ ഉയർന്നു വന്ന ഈ പരാതി സത്യമാണോ, അല്ലെങ്കിൽ അതിൽ എത്രമാത്രം സത്യമുണ്ട്, അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. പൊതുവെ ചലച്ചിത്ര ലോകത്തുള്ള നടന്മാർക്ക് എല്ലാവരെയും പറ്റി അല്ല പറയുന്നതെങ്കിൽ പോലും നടന്മാരെ സമ്പൂർണ്ണമായി അവരുടെ മുകളിൽ ഒരു വലിയ തെറ്റായ ചിത്രം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് ഇപ്പോൾ വരുന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സിനിമാ നടന്മാരൊക്കെ ഇങ്ങനെയാണ് എന്നുള്ള ഒരു തോന്നൽ പൊതുവെ വന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരുന്നില്ലേ ശ്രീ അശോകൻ? എല്ലാവരും ഒരിക്കലും അതിൽപ്പെടുത്താൻ പറ്റുന്നതല്ല. അങ്ങനെ കുറെ ഏത് കാര്യങ്ങൾക്ക് അതിനകത്ത് തെറ്റും ശരിയും ഉണ്ടാവുമല്ലോ. നമ്മൾ ഏത് കാര്യങ്ങൾക്കും എല്ലാ വിഭാഗത്തിലുള്ള കാര്യങ്ങൾക്കും മനുഷ്യർക്കൊക്കെ അതിനകത്ത് നല്ലതും ചീത്തക്കരുത്തും ഉണ്ടാകും. അങ്ങനെ കരുതിയാൽ മതി. അതിപ്പം അതങ്ങനെ ഇതിനകത്തൊരു തിന്മ ഉണ്ടായി എന്ന് തോന്നുന്നത് കൊണ്ടാണല്ലോ അങ്ങനെ ജനങ്ങൾക്ക് മുമ്പിൽ അത് വെളിയിൽ വന്നു, പുറത്തു വന്നതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ രാജിക്ക് ഒരുങ്ങേണ്ടി വന്നത്. അപ്പൊ അത് എല്ലാത്തിനും ഒരു അവസാനം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്.
ഏത് കാര്യങ്ങൾ കൊണ്ടൊരു അവസാനമൊക്കെ എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഒരു കയറ്റമുണ്ട്, ഒരു ഇറക്കമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇപ്പം അങ്ങനെയുള്ള കുറേ മോശമായിട്ട് അനുഭവം നമ്മളെല്ലാം കണ്ടതാണ്. ഇപ്പോൾ എല്ലാം കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് എന്തായാലും ഒരു അവസാനം എന്തായാലും ഉണ്ട്. അപ്പോൾ ആ ഒരു തിന്മ ഇതിൽ നടന്നു. അപ്പോൾ ഇതിന് വേണ്ടത് തന്നെ ശുദ്ധീകരണം തന്നെയാണ്. അത് ഇനിയും വളരെ വൃത്തിയായിട്ട് നന്നായിട്ട് ഈ പുതിയ ഭരണസമിതി വരിക, സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ നന്നായിട്ട് കാര്യശേഷിയുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നും എല്ലാവർക്കും സമ്മതരായിട്ടുള്ള ആൾക്കാരെ എടുത്തിനകത്ത് കൊണ്ടുവരണം. അതാണ് എൻ്റെ അഭിപ്രായം. വളരെയധികം വ്യക്തമാണ്. നന്ദി, വളരെയധികം നന്ദി നടൻ അശോകൻ. കാരണം അങ്ങ് പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമാണ്. സ്ത്രീകൾ നേതൃത്വം നൽകുന്ന സംഘടന വരണം, അമ്മയിൽ സ്ത്രീ പങ്കാളിത്തം, സ്ത്രീ നേതൃത്വം വരണം അശോകൻ എന്നുള്ള നിലയിൽ തന്നെ ഞങ്ങൾ ഈ വാർത്ത നൽകാൻ ആഗ്രഹിക്കുന്നു. ഈ വാർത്തയ്ക്കൊപ്പം ഞങ്ങളോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി.